ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊന്ന് 3-4 പാവയ്ക്ക എടുക്കാം കൂട്ടാൻ വയ്ക്കാൻ. ഇത് മീറ്റർ പാവലിൻ്റെ അരി കുഴിച്ചിട്ടതാണിത്. ഇത് പിടിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ പാവയ്ക്ക. നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. നമുക്ക് പഴുപ്പിക്കാൻ വിത്തിനിട്ടേക്കും. അതിൽ കുറച്ച് നിത്യവഴുതനവും കൂടെ പറിക്കാം. അതെല്ലാം വിളഞ്ഞ് നിൽക്കുവാണ്. ഇനി നിർത്തിയിരുന്നാൽ അത് കൊള്ളരുത്. മഴ ആയതുകൊണ്ടാണ് പറിക്കാനൊക്കാതെ വന്നത്. ഇതിൻ്റെ പന്തലെല്ലാം അങ്ങ് പോയത് കൊണ്ടേ ഇത് പിന്നെ ചീനിയിലോട്ടാണ് പടർത്തിയത്. ചീനിയെ പടർന്നാലും ഇതേ കാ പിടിക്കും. പിന്നെ പന്തലിട്ട് കൊടുത്തല്ല ഇഞ്ഞ് പോകുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇത് ചീഞ്ഞലായത്. നമുക്ക് കുറച്ച് കാന്താരിമുളക് കൂടെ പറിച്ചിടാം. അപ്പോൾ മെഴുക്ക് വരട്ടിക്കകത്തേക്കും ആവും, മീനിനകത്തേക്കും ആവുമല്ലോ. ഇത് പ്രഷർ കാന്താരിയായത്. വെള്ളക്കാന്താരിയൊക്കെ മുളകും ഒക്കെ കണ്ടത്തില്ല. അത് അവിടെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടേ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് പിച്ചെടുക്കാനൊക്കത്തില്ല. താമസമായി ഇത് പിച്ചുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം. ഇനിയും 2-3 വാഴക്കൂമ്പൂട് ഒടിക്കണം.